സംസ്ഥാനത്ത് നമ്മൾ ഒരുപാട് തൊഴിൽ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. സമീപകാലത്ത് പുറത്തു വന്ന വലിയ തൊഴിൽ തട്ടിപ്പുകളിലൊന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയുടെയും പേരിൽ നടന്നിരിക്കുന്ന തൊഴിൽ തട്ടിപ്പ്. ഒരുപാട് പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പല ഘട്ടങ്ങളിലായി വാങ്ങിയെടുത്ത വലിയ തൊഴിൽ തട്ടിപ്പ്. മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ആ തൊഴിൽ തട്ടിപ്പിൽ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി വർഗീസ് എന്ന ബെന്നി പെരുവന്താനവും കൂടി പ്രതിയേർക്കപ്പെട്ടിരുന്നു. ബെന്നി പെരുവന്താനത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് തൊടുപുഴ സെഷൻസ് കോടതി നടത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കേസ് രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് തന്നെ BJP നേതാവായ ബെന്നി പെരുവന്താനത്തിന് ഇതിൽ നിർണായക പങ്കുള്ളതായി വ്യക്തമാണ് എന്നാണ് സെഷൻസ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേസിൽ ബെന്നിയുടെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിക്കുകയും ചെയ്തു. അതായത് ബെന്നിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ നിലപാട് അംഗീകരിക്കുകയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ബെന്നിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നതാണ് കേസ് രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിച്ച സെഷൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടുകൂടി ബെന്നി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലെത്തിയിരിക്കുന്ന ബെന്നി പെരുവന്താനം പറയുന്നത് താൻ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തി BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി. ആ രാഷ്ട്രീയ വിരോധത്തിലാണ് തന്നെ ഈ കേസിൽ പ്രതിയേർത്തിരിക്കുന്നതെന്ന ഒരു വിചിത്രവാദമാണ് ബെന്നി ഇപ്പോൾ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്നത്. താനും ഈ കേസിലെ ഒരു ഇരയാണ്. തൻ്റെ സഹോദരിയുടെ മകൾക്ക് വേണ്ടി താനും പണം മുടക്കിയിട്ടുണ്ട്. 10-16 ലക്ഷത്തോളം രൂപ തൊഴിൽ കിട്ടുമെന്ന് വിശ്വസിച്ച് ഈ തൊഴിൽ തട്ടിപ്പ് സംഘത്തിന് താനും കൊടുത്തു. മറ്റുള്ളവരെ പോലെ തന്നെ താനും ഇതിലൊരു ഇരയായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കുക, ആ ഒരു നീക്കമാണ് ഇപ്പോൾ ബെന്നി പെരുവന്താനത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ബെന്നി നേരിട്ട് സുപ്രധാനമായ ചില നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ബെന്നിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നുമുള്ള ശക്തമായ നിലപാടാണ് ഹൈക്കോടതിയിൽ എടുക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ നിരവധി ആളുകളാണ് വഞ്ചിതരായിരിക്കുന്നത്. പക്ഷേ പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ് എന്നതാണ് പോലീസും പ്രോസിക്യൂഷനും ഒക്കെ തന്നെ പറയുന്നത്. ഈ തൊഴിൽ തട്ടിപ്പിനിരയായവർ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായ നിയമ നടപടികൾ സാധ്യമാകുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വലിയ തൊഴിൽ തട്ടിപ്പിലെ വളരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള തൊഴിൽ തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.